ഇപ്പോൾ ശ്രീ എൻ പി ചെക്കുട്ടി ചേരുകയാണ്. ശ്രീ എൻ പി ചെക്കുട്ടി, രാജ്യസഭയിലേക്ക് ലീഗിൽ നിന്ന് ആര് മത്സരിക്കുമെന്നതിലാണ് സീറ്റ് ഏകദേശം ഉറപ്പായതോടുകൂടി ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സിറ്റിംഗ് എംപിമാരിൽ ഒരാൾ രാജ്യസഭയിലേക്ക് പോകുന്നു, പകരം യൂത്ത് ലീഗിന് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നു. പൊന്നാനിയിൽ അങ്ങനെയൊരു യുവാവിനെ പരീക്ഷിക്കുക. യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ പേരാണ് കേൾക്കുന്നത്. ലീഗിന്റെ ഈ പരീക്ഷണത്തെ പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാമത് ലോകസഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജ്യസഭ എൽഡർ സ്റ്റേറ്റ്സ്മെൻ, അതായത് കുറെ കൂടി പ്രായം ചെന്ന ആളുകൾക്കുള്ള ഒരു വേദിയാണ്. ലോകസഭയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അങ്ങനെയാണ് രാജ്യസഭ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ കുറെയൊക്കെ പ്രായം ചെന്ന കുറെ കൂടി ജനങ്ങളായിട്ട് നിരന്തര സമ്പർക്കം ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആരെങ്കിലും ആവുന്നതാണ് നല്ലത്. ഇ.ടിയെ സംബന്ധിച്ചിടത്തോളം ഇ.ടിയുടെ ആരോഗ്യം വളരെ മോശമാണ്. ഇ.ടി മുഹമ്മദ് ബഷീർ നല്ല പാർലമെന്റേറിയനാണെന്ന കാര്യം തർക്കമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇ.ടി രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ അതേ സമയത്ത് പൊന്നാനിയിൽ ആണ് സമദാനി നിൽക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ അവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ സമദാനിക്ക് പൊന്നാനിയിൽ അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന വിശ്വസിച്ചുകൂടാ. കാരണം ഹംസ താരതമ്യേന ശക്തനായിട്ടുള്ള കുറെ കൂടി ഡീപ്പർ ലെവൽ കോണ്ടാക്ട് ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടു പേരിൽ ഒരാളെ തീർച്ചയായും രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ട് ഒരു യങ്ങർ ജനറേഷനിലുള്ള ഒരാളെ നിർത്തുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും മറുഭാഗത്ത് വരാൻ പോകുന്ന രണ്ട് കാൻഡിഡേറ്റ്സും വളരെ സ്ട്രോങ് ആണ്. വാസിഫ് യങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ ഹംസയും നല്ല പാരമ്പര്യവും നല്ല കുറെ കൂടി ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ എതിരാളിയാണ്. അപ്പൊ ആ നിലയിൽ യുവാക്കളായിട്ടുള്ള ആളുകളെ ലോകസഭയിലേക്ക് നിർത്തിക്കൊണ്ട് മറ്റ് രണ്ടിലൊരാളെ രാജ്യസഭയിലേക്ക് അയക്കുന്നതായിരിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഭികാമ്യമായിട്ടുള്ള കാര്യം. ശ്രീ എൻ പി ചെക്കുട്ടി, അതായത് ഇപ്പോൾ ലീഗിന് ഒരു മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം ന്യായമാണ് എന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിച്ചപ്പോഴാണ് രാജ്യസഭാ സീറ്റ് തരാം എന്ന ഒരു ഫോർമുലയ്ക്ക് ഒടുവിൽ കോൺഗ്രസിന് എത്തേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് ലീഗിന് നൽകുന്നതായിരുന്നില്ലേ ഉചിതം? അല്ല, അതിലുള്ള പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് സീറ്റ് നേരത്തെ തന്നെ ലീഗ് ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ വയനാട്, മലപ്പുറം, പൊന്നാനി എൻറ്റയർ ഒരു റീജിയൻ പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗ് മാത്രമായി കഴിഞ്ഞാൽ ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും. വയനാട്ടിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ എം ഐ ഷാനവാസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം 2 തവണ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ലീഗിനും സ്വാധീനമുള്ള ലീഗിനും താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുസ്ലിം കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ അവിടുത്തെ ലീഗിന് ആ സീറ്റ് കൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും. ഒരു ഏരിയ മുഴുവനും ലീഗിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ മലപ്പുറം ജില്ലയിൽ 2 സീറ്റും ലീഗിന്റെ കയ്യിലാണ്. അപ്പൊ തൊട്ട് കിടക്കുന്ന വയനാടും അവരുടെ കയ്യിൽ നിന്ന് വരുമ്പോഴേ അതൊരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വരുന്നതാണ് നല്ലത്. രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് വളരെ ശക്തരായിട്ടുള്ള മുസ്ലിം കാൻഡിഡേറ്റ്സ് തന്നെ ഉണ്ടല്ലോ. എത്രയോ ധാരാളം. ഉദാഹരണത്തിന് ഇയാളില്ലേ മലപ്പുറത്തുള്ള നൗഷാദ് അലിയെ പോലെ നല്ല യങ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ മത്സരിക്കാവുന്നതാണ്. ആ നിലയിൽ കോൺഗ്രസ് ആ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വളരെ നന്ദി ശ്രീ എൻ പി ചെക്കുട്ടി.